നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഇത് പാരായണം ചെയ്യാറുണ്ട്. ഏത്? സൂറത്തു സജ്ദ. എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന പല സൂറത്തുകളിൽ ഒരു സൂറത്താണ് സജ്ദ. പ്രത്യേകതകൾ: ഒന്ന്, വെള്ളിയാഴ്ചകളിൽ സുബഹി നിസ്കാരത്തിന്റെ ആദ്യത്തെ റക്അത്തിൽ ഇത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിലെ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്ത് ഓതും? ഇപ്പൊ നമ്മൾ ഈ തുടങ്ങിയ സൂറത്ത് അലിഫ് ലാം മീം സജ്ദ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏതോതും? സൂറത്തുൽ ഇൻസാൻ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി. ഇന്നിപ്പോൾ അത് ഓതാൻ ആരെയും കിട്ടൂല, കുറച്ച് ദീർഘമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമുക്ക് ഇമാമി ഏത് പള്ളിയിൽ പോയാലും വളരെ അപൂർവം ചില പള്ളികളിലൊക്കെ അതിപ്പോഴും മുടങ്ങാതെ ഓരുന്നവരുണ്ട്. എന്നാൽ മിക്ക പള്ളികളിലും അതില്ല. കാരണം ആൾക്കാർക്ക് ഇഷ്ടമല്ല അത്. കുറച്ച് ദീർഘിച്ചോദിയാൽ പിന്നെ ആ പള്ളിക്ക് പോവില്ല. എല്ലാവരും നോക്കണത് വേഗം കഴിയണ പള്ളി ഏതാണ്, നേരെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേഗം കഴിയണ പള്ളി ഏതാ, അവിടെ പോകും. അയാൾ ഉഷാറാണ്, അയാൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കൂല എന്നൊക്കെയാണ് പറയും നമ്മൾ. ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ തിരക്കുള്ളതും അങ്ങനെ പോയി നിൽക്കും വേണ്ട. അപ്പം എല്ലാവർക്കും ഡ്യൂട്ടി തിരക്ക് എന്നുള്ള മട്ടിലാണ് നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ അത് ചെറുതേ ഓതുള്ളൂ. അതേവസരത്തിൽ ഇതിങ്ങനെ പാരായണം ചെയ്യുന്ന ഇടങ്ങളുണ്ട്. ഈ ജമാഅത്തിനൊന്നും പോകാതെ പെണ്ണുങ്ങളൊക്കെ അധികം വീട്ടിൽ നിന്നാണല്ലോ നിസ്കരിക്കുക, അവരേതായാലും ഇത് പാലിച്ചോട്ടെ. അതിന് സജദയും ദഹ്റൊക്കെ കാണാതെ പഠിക്കണം. നിസ്കാരത്തിൽ ഇപ്പം ഇതിങ്ങനെ എടുത്ത് ഖുർആൻ എടുത്ത് ഓതൽ എപ്പോഴും നടക്കൂലല്ലോ. അതുപോലെ തന്നെ എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമ്മളും ഇത് പാരായണം ചെയ്യും. ഇടയ്ക്ക് ചില വെള്ളിയാഴ്ച സ്ഥിരം പാരായണം ചെയ്യുന്നവർ എന്ത് ചെയ്യുക? ഇടയ്ക്ക് ചില വെള്ളിയാഴ്ച ഒഴിവാക്കുകയും ചെയ്യുക. കാരണം ഇതൊരു നിർബന്ധമാണെന്ന് തോന്നാനും പാടില്ല. ഇതന്നെ ഓതാൻ പാടുള്ളൂ. വെള്ളിയാഴ്ച ജുമാ ദിവസം സുബൈയുടെ ഒന്നാമത്തെ റക്അത്തിൽ സജദയും രണ്ടാമത്തിൽ ദുഹറും മാത്രമേ പറ്റുള്ളൂ എന്നൊരു നിയമവും നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അതിനിടയ്ക്ക് എന്ത് ചെയ്യുക? ഒഴിവാക്കുകയും ചെയ്യുക. മറ്റേ മറിച്ചൊക്കെ പാരായണം ചെയ്യുക. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീൽ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിഫ് ലാം മീം സജദയും തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്യാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് എല്ലാ രാത്രിയും പാരായണം ചെയ്യല് പുണ്യുണ്ട്. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വ അലിഫ് ലാം മീം തൻസീൽ അസ്സജദ ബൈനൽ മഗ്രിബി വൽ ഇശാഇൽ ആഖിറ ഫകഅന്നമാ ഖാമ ലൈലത്തുൽ ഖദ്രി എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. എന്താ അതിന്റെ അർത്ഥം? ആരെങ്കിലും ഈ സൂറത്തും അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കും ഇശാ മഗ്രിബിന്റെ ഇടയിൽ പാരായണം ചെയ്താൽ അവൻ ലൈലത്തുൽ ഖദ്റിൽ നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് ചില റിവായത്തുകളുണ്ട്. ആ റിവായത്തുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് വഹാദിഹി റിവായാത്തു കുല്ലുഹാ മൗദൂഅ, ഇതൊക്കെ നിർമ്മിതികളാണ് എന്നാണ്. ഇതൊന്നും സഹിഹായ റിപ്പോർട്ടല്ല. അപ്പൊ ഇശാ മഗ്രിബിന്റെ അടിയിൽ വെച്ചിട്ടൊരു പ്രത്യേകം ഇല്ല. സജദി മുൽക്കൊക്കെ പാരായണം ചെയ്ത് രാത്രി നമുക്ക് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറ്റുകയാണെങ്കിൽ അത്രയും നന്നായി. ഇല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും രാത്രിയിൽ അത് എന്ത് ചെയ്യുക? പാരായണം ചെയ്ത് തീർക്കുക. മനപ്പാടാണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് സമയം കിട്ടും. 30 വിധായത്തുള്ളൂ. 30 ആയത്ത് സജദയിലും ഉണ്ട്, 30 ആയത്ത് തബാറക്കയിലും ഉണ്ട്. ഇനി വെള്ളിയാഴ്ച സുബഹിക്ക് പാരായണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തായിട്ട് സജദ പാരായണം ചെയ്താൽ വെള്ളിയാഴ്ച സുജൂദിന്റെ ഒരു സൂറത്ത് ഓതണം എന്നല്ലേ ഉള്ളൂ, അങ്ങനെ ചെയ്തൂടെ എന്നൊരു ചോദ്യം പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ലാ യുശ്റഉ തഖ്സീസ് യൗമിൽ ജുമുഅ ബിൽ ഖിറാഅ അവിൽ ഇസ്തിമാഅ ഇലാ സൂറത്തൈ സജദ വൽ ഇൻസാൻ ഫീ ഗൈരി സ്വലാത്തി ഫജ്റിൽ ജുമുഅ. ജുമുഅയുടെ ഫജ്ർ നമസ്കാരത്തിന്റെ 2 റക്അത്തുകളിൽ അല്ലാതെ അത് പാരായണം ചെയ്യലോ അത് ശ്രദ്ധിച്ച് കേൾക്കലോ വേറെ വെള്ളിയാഴ്ച ദിവസം ഒരു സമയത്തും അതുകൊണ്ടൊരു പ്രത്യേകതയും ഇല്ല. അതുകൊണ്ട് അങ്ങനെ വെള്ളിയാഴ്ച ഏതെങ്കിലും സമയത്തായിട്ടും ഇത് ചൊല്ലൽ പുണ്യുണ്ട് എന്ന് വമൻ ഇഅ്തഖദ ഫളു ദാലിക, ആരെങ്കിലും അങ്ങനെ വെള്ളിയാഴ്ച ഫജ്റിലൊന്നും അല്ലാതെ തന്നെ ഇത് പാരായണം ചെയ്യൽ ശ്രേഷ്ഠകരമാണെന്ന് വിശ്വസിച്ചാൽ, കേട്ടോളൂ വാചകം, ഔ ദാവമ അലൈഹി, അല്ലെങ്കിൽ അവൻ അതിന്റെ മേൽ നിത്യമാക്കിയാൽ, യകൂനു ഖദ് ഫഅല ബിദ്അ, അവൻ എന്ത് ചെയ്തു? ബിദ്അത്ത് ചെയ്തു. ബിദ്അത്ത് ചെയ്ത നരകത്തിൽ പോണ പരിപാടിയാണ്. ഖുർആൻ ഓതിയിട്ടോ? ഇതാണ് ആൾക്കാർ ചോദിക്കേണ്ട ചോദ്യം. ഖുർആൻ ഓതിയിട്ട് നരകത്ത് പോവുകയാണ്. പോകും.
നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകൂലേ? ഇല്ലാത്ത നിസ്കാരം നിസ്കരിച്ച നരകത്തിലേക്കാണ് പോകൂലേ? അതെന്താ ആൾക്കാർക്ക് ഉൾക്കൊള്ളാനൊരു പ്രയാസം? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ റസൂലായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് സർട്ടിഫിക്കറ്റാണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നോളണം. പിന്നെ അതിലപ്പുറം മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത ഇന്റെ വക കുറച്ചും കൂടി എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടാക്കിയാലോ പിന്നെ ഞാൻ ചൊല്ലുന്ന ഷഹാദത്ത് വെറുതെയാണ്. പിന്നെ ഞാനാ പറയുന്നത് വെറുതെയാണെന്ന്. എൻ്റെ റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആ നബി പറഞ്ഞിടത്ത് ഞാൻ നിൽക്കണം. അതിനാണ് എന്ത് പേര്? ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിനെ അനുഗമിക്കുക, ഇത്തിബാ ചെയ്യുക. നബി ചെയ്തത് ചെയ്യുക, നബി ചെയ്യാത്തത് ചെയ്യാതിരിക്കുക. ഇതാണ് നബി സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ചെയ്യൽ പുണ്യകരമായതുപോലെ ചെയ്യാതെ ഉപേക്ഷിക്കലും എന്താണ്? പുണ്യകരമാണ്. അതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളായി ഫുഖഹാക്കളും ഉലമാക്കളും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളുമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ യൂട്യൂബിൽ കുറേ ആൾക്കാർ ഈ സൂറത്തു സജദക്ക് കുറേ മഹത്വങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഉത്ഭവം പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ഷിയാക്കളിൽ നിന്നാണ്. കാരണം ഷിയാക്കളാണ് കുറേ കൊണ്ടുവരല്. അവരുടെ നിന്ന് കിട്ടിയതാണ് ഷിയായിസ്. ഇപ്പം കേരളത്തിൽ ഇങ്ങനെ വേരു പിടിക്കുക എന്ന് മാത്രമല്ല, പടരുകയാണല്ലോ. സമസ്തയുടെ ഇരു ഗ്രൂപ്പുകളിലും ഷിയായിസ് ഉണ്ട്. ഷിയായിസത്തിന്റെ വളർത്തുന്ന പണ്ഡിതന്മാരുണ്ട്, അത് പ്രചരിപ്പിക്കുന്നവരുണ്ട്. പിന്നെ ഷിയാക്കൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഷീഴിയാണ് എന്ന് പറയാതിരിക്കൽ അവരുടെ മത നിയമങ്ങളിൽപ്പെട്ട ഒരു തത്വമാണ്, ഒരു പുണ്യകർമ്മമാണ്. ഷിയ എന്ന് പറയണ്ട, പറയാതെ ഉള്ളിൽ കൂടി പണിയെടുക്കണം എന്നാണ് എന്ത് ഷിയാക്കളതിന് പ്രത്യേക നിയമം തന്നെ അവർക്കുണ്ട്. പൈപ്പെട്ട കുറേ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്, ഈ സമസ്ത സംഘടനകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാനത് ആ കണക്ഷൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ ഷിയാക്കളിൽ നിന്ന് കിട്ടുന്നതാണ് ഇവർക്ക് മുരമരിക്ക്. അപ്പൊ ഷിയാക്കളുടെ കിതാബുകളിൽ കാണുന്ന 2-3 ഹദീസുകൾ എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തുന്ന സജ്ദയുടെ പുണ്യങ്ങളെ കുറിച്ച് ചിലത് ഞാൻ സാമ്പിളായിട്ട് കൊണ്ടുവരാം. 1, മൻ ഖറഅ സൂറത്തു സജദ, ആരെങ്കിലും സൂറത്തു സജദ പാരായണം ചെയ്താൽ ഫീ ലൈലത്തി കുല്ലി ജുമുഅ, അങ്ങട്ടാ ജുമുഅ വെള്ളിയാഴ്ച രാവിൽ, വ്യാഴാഴ്ച അസ്തമിച്ച് വെള്ളിയാഴ്ച രാവിലെ ആരെങ്കിലും സജദ പാരായണം ചെയ്താൽ അഅതാഹുല്ലാഹു കിതാബഹു ബി യമീനിഹി, അവന് നാളെ മഹ്ശറിൽ അവന്റെ ഗ്രന്ഥം വലത് കയ്യിൽ അല്ലാഹു കൊടുക്കുന്നു. ഇത് ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുണ്ടാവും. ഒരു രാത്രി കുത്തിട്ട് ഇങ്ങനെ ചൊല്ലൂല ഈ പുണ്യം ഓർത്തിട്ട്. ഇവിടെ അതാ എൻ്റെ പ്രശ്നം. ആർക്കാ മോഹമില്ലാത്ത പരലോകത്ത് മഹ്ശർ നിന്റെ കിതാബ് വലത്തെ കയ്യിൽ കിട്ടണമെന്ന്? എന്നാ ഇതിനെ എല്ലാ വെള്ളിയാഴ്ച രാവിലും സജദ പാരായണം ചെയ്തോളൂ എന്നാണ് ഇവിടെ റസൂൽ പറഞ്ഞു എന്ന് പറയുന്നത്. വലം യുഹാസിബുഹു ബിമാ കാന മിൻഹൂന്ന്, തീർന്നില്ല. അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിനും പിന്നെ പരലോകത്തെ ഹിസാബ് ഉണ്ടാവില്ല. കണ്ടോ രണ്ടാമത്തെ മഹത്വം, രക്ഷപ്പെട്ടില്ലേ? മൂന്നാമത്തത് കേട്ടോളൂ, വകാന മിൻ റുഫഖായി മുഹമ്മദിൻ വ അഹ്ലി ബൈത്തിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അഹ്ലു ബൈത്തിന്റെയും കൂടെ അവൻ സ്വർഗത്തിലെ കൂട്ടുകാരനായിരിക്കും. കേട്ടോ, എല്ലാം കഴിഞ്ഞില്ലേ? ഇതിപ്പോ റസൂലുള്ളാഹിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു കള്ള ഹദീസ്. ഷിയാക്കളെ കിതാബുകളുണ്ട്, ഓലെ തഫ്സീറിലൊക്കെ ഉണ്ട്. തഫ്സീർ ഇതൊക്കെ ആയിരിക്കും നെറ്റിൽ പരിധി നോക്കിയാൽ സുലഭമാണ്. ഇനി അടുത്തത് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന അടുത്ത സാമ്പിൾ. ഇതൊക്കെ ഞാൻ പറയണത് എന്തിനാ അറിയോ? ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇപ്പോഴല്ലെങ്കിൽ ഇപ്പം ആർക്കും തോന്നും എന്തിനപ്പോൾ ഇതൊക്കെ പറയണേ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വരുമ്പോൾ നമ്മളോടന്നെ ചോദിക്കും ഈ സിറ്റ്രൂന്ന്. ഇത് പറയുമ്പോൾ ചെവി എടുക്കൂല, എന്തിനിപ്പോൾ ഇയാൾ ഇങ്ങനെ നേരം കളിയണമെന്ന് അപ്പം തോന്നുക. എന്നിട്ട് നമുക്ക് പ്രശ്നം വരുമ്പോൾ അങ്ങോട്ട് ഇടും. അപ്പം നമുക്ക് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ പറയൂല, സബറുവാണല്ലോ, അതുകൊണ്ട് പറയില്ല. അല്ലെങ്കിൽ ഒരു തലക്കണക്ക് അങ്ങനെ തരിച്ചു കയറലുണ്ട്. അത് ഇഷ്ടമാതിരി പറഞ്ഞിട്ടുണ്ടാവും, അപ്പം അവൻ കേൾക്കൂല, അവനെ മൈൻഡ് ചെയ്യില്ല, അവൻ വേറെ ലോകത്തായിരിക്കും. ഇതൊക്കെ ഞാൻ കുറേ കേട്ടതാണല്ലോ. മറ്റേ ഇത് ഇവർക്ക് വിമർശനം തന്നെ പണിയൊന്നും പറയും. ഇത് പറയണെന്തിനാ? ചിലത് ചികിത്സ, രോഗം വന്നിട്ട് ചികിത്സിക്കും. ചിലതിന് എന്ത് ചെയ്യുന്നറിയോ? നേരത്തെ പ്രിക്കോഷൻ. ചിലത് മരുന്ന് ആദ്യം വിതരണം ചെയ്യും. ചില രോഗമൊക്കെ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? സാമ്പിൾ ബോഡി വിതറും. അതിനുള്ള സാമ്പിൾ ബോഡിയാണ് ഈ വിതരണം. നിങ്ങൾ കാണുമ്പോൾ ഈ സിറ്റ് ട്രൂ എന്ന് ചോദിക്കണ്ട, ഇത് ശരിയാണോ എന്ന് ചോദിക്കണ്ട കേട്ടോ. എന്നാ പറയണം? അടുത്ത റസൂലുള്ളാഹിയുടെ പേരിൽ തന്നെ പറയണം. മൻ ഖറഅ അലിഫ് ലാം മീം തൻസീൽ ഫീ ബൈതിഹി ലം യദ്ഖുലി ശൈത്താനു ബൈതഹു സലാസത അയ്യാം. ആരെങ്കിലും അവന്റെ വീട്ടിൽ വെച്ച് ഒരിക്കലും അലിഫ് ലാം മീം തൻസീൽ സജദ സൂറത്ത് ഓതിയാൽ അവന്റെ വീട്ടിൽ പിന്നെ 3 ദിവസത്തിന് ശൈത്താൻ നോ അഡ്മിഷൻ. ശൈത്താൻ പിന്നെ വീട്ടിൽ കയറില്ല, 3 ദിവസം വരില്ല. 3 ദിവസത്തേക്ക് കാവലായോ?
ഇനി അടുത്തത് അൻ റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്. അടുത്ത പുണ്യം കേട്ടോളി. മൻ കതബഹ വഅല്ലഖഹ അലൈഹി അമീന വജഉർ റഅസി വൽ ഹമ്മാ വൽ മഫാസിൽ. ആരെങ്കിലും സൂറത്തു സജദ എഴുതിയാൽ വഅല്ലഖഹ അലൈഹി, ശരീരത്തിൽ അത് കെട്ടിത്തൂക്കുകയും ചെയ്താൽ, അപ്പൊ എഴുതി കെട്ടിയാൽ, സജദ എഴുതി കെട്ടുക, ഉറുക്കാക്കി കെട്ടിയാൽ, അമീന വജഉർ റഅസി, തലവേദനക്ക് ശാന്തി കിട്ടും, ഈ ശലവേദന ഉണ്ടാവില്ല. വൽഹുമ്മ, പിന്നെ അടുത്ത എന്താ, ഹെഡേക്ക് കഴിഞ്ഞാൽ പിന്നെ ഫീവർ, പനി ഉണ്ടാവില്ല, അത് പോയി കിട്ടി. വൽ മഫാസിൽ, സന്ധിവേദന, പേശിവേദന, മഫാസിൽ സന്ധിവേദന ഉണ്ടല്ലോ, കാലുമുട്ട് വേദന, കൈമുട്ട് വേദന, ഉരവേദന, നടുവേദന ഒക്കെ ഉണ്ടല്ലോ ഈ മഫാസിലുകൾ, അതുണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ ഓരോരുത്തർ പ്രചരിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യും. നീ അത് ഇതിനോട് വല്ല വെറുപ്പുണ്ടായിട്ടാ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, റസൂൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യൂലേ? നമുക്ക് വല്ല വിശ്വാസക്കുറവുണ്ടോ? ഇവിടെ റസൂൽ പറഞ്ഞോ പറഞ്ഞില്ലേ ഇവിടെ പ്രശ്നമുള്ളൂ. പറഞ്ഞോ നാമന്ന, നമ്മൾ വിശ്വസിച്ചു, സദ്ദഖന, നമ്മൾ അംഗീകരിച്ചു, വത്തബഅന, നമ്മൾ പിൻപറ്റും. ഇല്ലാത്തത് പ്രചരിപ്പിക്കാൻ പാടില്ല. എന്താ കാരണം എന്നറിയോ? മൻ ഖാല അലയ്യ മാ ലം അഖുൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അത് സ്വഹീഹ് ഹദീസാ. മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് ഞാൻ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ, നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം റിസർവ് ചെയ്ത് കൊള്ളട്ടെ. അത് ഉറപ്പാണെന്നാണ്. അവന് നരകം റിസർവ്ഡ് ആണ്, ഈ സംശയമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയാൻ പാടില്ല, വളരെ ഗൗരവമാണ്. സാധാരണ മനുഷ്യന്റെ പേരിൽ തന്നെ അയാൾ പറയാത്തത് പറയാൻ പാടുണ്ടോ? പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. എൻ്റെ നിങ്ങളുടെയോ പേരിൽ നമ്മൾ പറയാത്തൊന്ന് പറഞ്ഞു എന്ന് ഒരാൾ എഴുതി വെക്കണ്ടേ, അല്ലെങ്കിൽ പ്രസംഗിച്ചു വെക്കണ്ടേ? നമ്മൾ അവനെ വിടുവോ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിലോ അള്ളാഹുടെ പേരിലോ ആയാലും ഗുരുതരമായ ഗൗരവം എത്രയാണ്? അതുകൊണ്ട് അത് പറയാൻ പാടില്ല. അതാ ഇവിടുത്തെ വിഷയം.